ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കക്കയിറച്ചി തോറ്റു പോകുന്ന തരത്തിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് കക്കയിറച്ചിയല്ല, നെത്തോലിയല്ല, പിന്നെ എന്താണെന്നല്ലേ, ഇത് മീനിൻ്റെ പരിഞ്ഞിലാണ് കേട്ടോ. നമ്മുടെ മത്തി, ഇപ്പം നല്ല നെയ്മത്തി കിട്ടുന്ന സമയമില്ലേ, ഈ സമയത്തുള്ള മത്തിയുടെ പരിഞ്ഞിലാണ് നമ്മളിവിടെ തോരനാക്കിയിരിക്കുന്നത്. ഇത്രയും പരിഞ്ഞിലുണ്ടായിരുന്നു. ഒരു 25 മത്തി കട്ട് ചെയ്തെടുത്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 6 പച്ചമുളക്. ഇതെല്ലാം ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. ഇനി ഒരു അടുപ്പിലൊരു ചട്ടി വെച്ച് ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ എണ്ണയിൽ കിടന്ന് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 ഉണക്കമുളകാണ്, ചെറിയ ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം, ഒരുപാട് അങ്ങ് വഴന്നു പോകേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ ആ പച്ച ചുവയൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിഞ്ഞിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിഞ്ഞിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് ഇല്ല കേട്ടോ, കാരണം ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്, കണ്ടാലറിയാമല്ലോ പരിഞ്ഞിലിനകത്ത് വെള്ളമുണ്ട്. ഞാനൊരു സ്ട്രെയിനറിൽ വെച്ച് കുറച്ച് ഊറ്റിക്കളഞ്ഞു, എന്നിട്ടും വീണ്ടും വെള്ളം അതിലുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ ഈ മുട്ട വെന്ത് കിട്ടും. നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊന്ന് വെന്ത് വരട്ടെ. അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, എന്നെങ്കിലും വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് തുറന്നിട്ട് വേവിച്ചെടുക്കാം, എൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. തുറന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്, ഇനി ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. ഇതാ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ്. കക്കയിറച്ചി തോരൻ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.